പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഭവനപർവ്വത്തിൻ്റെ അധ്യക്ഷൻ കേരള യൂത്ത് വൈസ് സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇരിങ്ങൽ കൃഷ്ണൻ മാഷ്, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി പ്രിയപ്പെട്ട കുര്യപ്പുഴ സാറ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കെ പി രാജേന്ദ്രൻ അവர்கள் തുടങ്ങി വേദിയിലും സദസ്സിലും ഉപേക്ഷരായിട്ടുള്ള ബഹുമാന്യരെ, ആദരണീയരെ, ഇന്നത്തെ ഈ മതമില്ലാത്ത ജീവൻ പുരസ്കാരം ഏറ്റുവാങ്ങിയെത്തിയിട്ടുള്ള കുട്ടികളെ, അവിടെ രക്ഷിതാക്കളെ, നമ്മുടെ പവന സാറ് മരിച്ചിട്ട് നാളേക്ക് 20 വർഷം തികയുകയാണ്. ഈ അക്കാദമി കോമ്പൗണ്ടിനകത്ത് സാറിൻ്റെ ഓർമ്മകൾ എല്ലാ വർഷവും നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടാണ് ഈ കുട്ടികൾക്ക് മതമില്ലാത്ത ജീവൻ അവാർഡ് പവന സാറിൻ്റെ അനുസ്മരണ സമ്മേളനത്തോടൊപ്പം നമ്മൾ നൽകി വരുന്നത്. ഈ വർഷം നമുക്ക് 16 കുട്ടികളാണ് ഈ അവാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിന് എത്രയോ കൂടുതൽ കേരളത്തിൽ മതമില്ലാത്തവരായിട്ട് പഠിച്ച് ജയിച്ചിട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ അഭ്യർത്ഥന പ്രകാരം നമുക്ക് 16 പേരാണ് നമുക്ക് അപേക്ഷ തന്നിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ കുട്ടികൾ അപേക്ഷ തന്നിട്ടുള്ളത് ഈ വർഷമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 12 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. മുൻ വർഷങ്ങളിലും അതിൽ താഴെ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം 16 കുട്ടികൾ നമ്മുടെ ഈ പുരസ്കാരം സ്വീകരിക്കാൻ ഇവിടെ എത്തി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഒപ്പം തന്നെ ഈ ചടങ്ങിന് സാക്ഷിയാക്കുന്നതിന് വേണ്ടി പവനൻ്റെ സാറിൻ്റെ കുടുംബങ്ങൾ, മക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അവാർഡ് ഏറ്റുവാങ്ങിയ കുര്യപ്പുഴ സാറിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ സംബന്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂരിൻ്റെ കവി രാവുണ്ണിയേട്ടൻ ഈ സദസ്സിൽ വേദിയിലുണ്ട്. അതുപോലെ തൃശ്ശൂരിൻ്റെ MC ജോസഫിൻ്റെ കുടുംബങ്ങൾ, യുക്തിവാദം സംബന്ധിച്ചോളം MC ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. MC-യുടെ കുടുംബങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുക്തിവാദം ജോസ്, കേരള യുക്തിവാദ സംഘത്തിൻ്റെ അടിത്തറപ്പാക്കിയ യുക്തിവാദം ജോസിൻ്റെ കുടുംബങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ബഹുമുഖ പ്രതിഭകളുടെ സാന്നിധ്യത്തിലാണ് ഈ കുട്ടികൾ ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. അതിലുപരി ഈ അവാർഡിൻ്റെ പേര് മതമില്ലാത്ത ജീവൻ അവാർഡ് എന്നാണ്. നിരവധി വർഷങ്ങളായി കേരള യുക്തിവാദ സംഘം ഈ അവാർഡ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം മറ്റൊരു പ്രത്യേകത ഈ ചടങ്ങിനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മാഷയുടെ സാന്നിധ്യമാണ്. നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ പരിഷ്കരണ സമിതിയിലെ അംഗമായിരുന്ന രാധാകൃഷ്ണൻ മാഷാണ്. രാധാകൃഷ്ണൻ മാഷ് നേതൃത്വത്തിലാണ് ആ പാഠഭാഗം തയ്യാറാക്കുമ്പോൾ ഈ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠം കൂടി അതിൽ ഉൾപ്പെട്ടു വരുന്നത്. അത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്രീയ രംഗത്തും നിരവധി കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ആ പാഠഭാഗം നിരോധിക്കുകയുണ്ടായി. അതിനുശേഷമാണ് 2008 എൻ്റെ ഓർമ്മ, കേരള യുക്തിവാദ സംഘം ആ പേരിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രേഖകളിൽ ജാതിയും മതവും രേഖപ്പെടുത്താതെ SSLCക്ക് പഠിച്ച് വിജയിക്കുന്ന കുട്ടികൾക്ക് മതമില്ലാത്ത ജീവൻ്റെ പേരിൽ പുരസ്കാരം നൽകണമെന്ന തീരുമാനമെടുക്കുന്നതും 2008 മുതൽ ആ തീരുമാനം നടപ്പാക്കുന്നതും. അതുപോലെ തന്നെ SSLC കഴിഞ്ഞ +2 കുട്ടികൾക്ക് എറണാകുളത്ത് വെച്ച് VK പവിത്രൻ്റെ പേരിൽ പവിത്ര അവാർഡും എല്ലാ വർഷവും നൽകി വരുന്നുണ്ട്. അവൾ കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ചടങ്ങിലെത്തിയ എല്ലാ മതമില്ലാത്ത ജീവന്മാരായ കുട്ടികളെയും പ്രത്യേകം കേരള യുക്തിവാദ സംഘത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി കുട്ടികളെ പ്രത്യേകം ഞാൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കാം. അവർ സ്റ്റേജിൽ വന്ന് ആദരവ് ഏറ്റുവാങ്ങിയായി അവരെല്ലാവരും സ്റ്റേജിൻ്റെ ഈ ഇടത്ത സൈഡിൽ തന്നെ നിൽക്കണം. നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ടതുണ്ട് എന്നുകൂടി പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ആദ്യമായി മിലൻ തുജ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമ്പസിലാണ് ഇവരുടെ താമസം. അമ്മ ജയ, അച്ഛൻ സുനിൽ. ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.
അടുത്ത അധ്യയന ജെയിൻ ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്തു നിന്നാണ് വരുന്നത്. അമ്മ മിനി, അച്ഛൻ ജയകുമാർ. അടുത്ത ആരവ് കെ, തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ സ്വദേശിയാണ്. നമ്മുടെ കേരള യുക്തിവായ സംഘത്തിൻ്റെ കെ ഗോപകുമാറിൻ്റെ മകൻ അഭിലാഷിൻ്റെയും സൗമ്യയുടെയും മകനാണ്. നല്ലൊരു ആദർശ കുടുംബം അവയും മുന്നോട്ട് പോകുന്നവരാണ്. അടുത്ത അഫ്രീൻ കരോൾ, കൊരട്ടി, തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിൽ സ്വദേശികളാണ്. എൻ്റെ കുടുംബവുമായി പ്രത്യേക ബന്ധമുണ്ട്. എൻ്റെ സഹധർമ്മിണിയുടെ ചേച്ചിയുടെ മകനും മകൻ്റെ കുട്ടിയുമാണ്. അഫ്രീൻ കരോൾ പാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ അവരെത്തിയിട്ടില്ല. അവർ ശിൽജമാണ് ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. അടുത്ത മിത്ര കെ ഉണ്ണി, ആലപ്പുഴ ജില്ലയിലെ ചേർത്തയിൽ നിന്നാണ് വരുന്നത്. അമ്മ മീര, അച്ഛൻ ഉണ്ണികൃഷ്ണൻ. അടുത്ത അവന്തിക എച്ച്, കൊല്ലത്തു നിന്നാണ് വരുന്നത്. അമ്മ ഹണിമോള്, അച്ഛൻ രതീഷ്. അടുത്തത് അനമിത്ര ദശ, പാലക്കാട്. കേരള യുക്തിവായ സംഘത്തിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി അനിൽകുമാറിൻ്റെയും ഡോക്ടർ ജയന്തി വിജയൻ്റെയും മകളാണ്. കുട്ടിക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അച്ഛൻ അനിൽകുമാറാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. അടുത്ത ആദി കേശവ്, കൊല്ലം ഹരിപ്പാട് സ്വദേശിയാണ്. അമ്മ സുജ, അച്ഛൻ അനിൽകുമാർ. അടുത്ത സിയോണ, തൃശ്ശൂർ ജില്ലയിലെ മുക്കാട്ടുകരയിലാണ് താമസം. അമ്മ സന്ധ്യ, അച്ഛൻ കണ്ണദാസൻ. അടുത്ത നിരഞ്ജൻ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് താമസം. അമ്മ ജ്യോതി, അച്ഛൻ ജയപ്രകാശ്, ജയകൃഷ്ണൻ. അടുത്ത തരുൺ കെ, കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്ന് വരുന്നു. അമ്മ ലത, അച്ഛൻ രാജേഷ് എരുമേലി. യുക്തിരേഖയിലെ സ്ഥിരം എഴുത്തുകാരനാണ് രാജേഷ് കെ എരുമേലി. അടുത്തത് മഴമേഘ, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. അമ്മ ജിൻസി, അച്ഛൻ സുഭാഷ്. കേരള യുക്തിവായ സംഘത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ് മഴമേഘ വരുന്നത്. പതിനാറ് പേര്, ഇത്രയും പേരാണ് നമുക്ക് വന്നിട്ടുള്ളത്. 4 പേര് വരാൻ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അവാർഡ് കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും അഭിവാദ്യം ചെയ്യും.
തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരൻ